എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ CS-ന്റെ സി പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന വിഷയത്തിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോ ലെക്ചറുകളിലായി നമ്മൾ ഒന്ന് രണ്ട് സി പ്രോഗ്രാം എങ്ങനെ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം വളരെ വിശദമായി കണ്ടുകഴിഞ്ഞതാണ്. ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി എന്നാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സി പ്രോഗ്രാം നമ്മൾ ചെയ്തു നോക്കുന്നതുമായിരിക്കും. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തിനാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അകത്ത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യകത മനസ്സിലാക്കാനായി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ലെക്ചറുകളിലായി പഠിച്ച പ്രോഗ്രാമിലോട്ട് ചെറുതായി ഒന്ന് പോയി നോക്കാം. അതില് നമ്മൾ ആദ്യം പഠിച്ചൊരു പ്രോഗ്രാമിംഗ് ആയിരുന്നു ഓപ്പറേറ്റേഴ്സ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന പ്രോഗ്രാം നമ്മൾ ചെയ്ത സമയത്ത് വി ഹാവ് സം ഒരു വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. then we are writing 1 by 1 instructions, right? Okay, 1 by 1 instructions നമ്മൾ ഇവിടെ എഴുതുന്നുണ്ടാവും. I am not writing what actually inside this void main. ഇതിനകത്ത് 1 by 1 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ടാവും. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, then രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഇങ്ങനെ 1 by 1 ഇൻസ്ട്രക്ഷനായി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊരു ചെറിയൊരു പ്രോഗ്രാമിന്റെ കാര്യമാണ്. ഇനി വലിയൊരു പ്രോഗ്രാം വരികയാണെന്ന്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? നെയിം വേണം, റോൾ നമ്പർ വേണം, ഡിഫറെന്റ് സബ്ജക്റ്റിലുള്ള മാർക്ക് വേണം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് പാസ്സായ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് മാത്രം, നെയിം മാത്രം നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് മാത്സിന്റെ മാർക്ക് ഉണ്ട്. അപ്പൊ മാത്സിന്റെ മാർക്ക് ഫെയിലായ സ്റ്റുഡൻസിന്റെയും ഉണ്ടാവും, അതുപോലെ തന്നെ പാസ്സായ സ്റ്റുഡൻസിന്റെയും മാർക്ക് ഉണ്ടാവും. അപ്പൊ ഞാനവിടെ പാസിങ്ങിന് ഒരു ക്രൈറ്റീരിയ വെക്കാണ് 45 മാർക്കിന് ഔട്ട് ഓഫ് 100 അല്ല 45ന് എബോവ് ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഫെച്ച് ചെയ്യണം. സോ നമുക്ക് അവിടെ സിംപ്ലി ഞാനൊരു മാർക്ക് ഫെച്ച് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്ക് റീഡ് ചെയ്ത് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവരുടെ മാർക്കും ഡിസ്പ്ലേ ചെയ്യണം. നമുക്ക് എന്ത് മതി? മാർക്കിന്റെ വാല്യൂ 45 അതിന് മുകളിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ചില കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ചില ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ വയ്ക്കണം. അതായത് എല്ലാ ഇൻസ്ട്രക്ഷനും നമുക്ക് ഒരുപോലെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരാത്ത ചില സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചില കണ്ടീഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ നോർമലി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി എന്നൊക്കെ വരും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ എല്ലാ ഇൻസ്ട്രക്ഷനും 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ മാത്സിന്റെ മാർക്ക് ലിസ്റ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു 10th കഴിഞ്ഞ ഒരു +2 അഡ്മിഷൻ ഒക്കെ പോവാണെന്നിരിക്കും. ആ സമയത്ത് നമുക്കിപ്പം മാത്സ്, ബയോളജി, അതുപോലെ തന്നെ പല സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബയോളജി സ്ട്രീമിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ എന്ത് മാത്രം ഫെച്ച് ചെയ്താൽ മതി? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്ക് മാത്രം ഫെച്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലോട്ട് പോവുകയാണെങ്കിൽ മാത്സ് വേണം, ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം. അപ്പൊ നമുക്ക് എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഡാറ്റയും ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ചില ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു പ്രോഗ്രാം. ആ പ്രോഗ്രാം അറിയുന്ന സമയത്ത് ഈ ഇഫിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, നോക്കാം. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇഫ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് 32 കീവേഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 32 കീവേഡ്സിലുള്ള ഒരു കീവേഡ് ആണ് ഇഫ് എന്ന് പറയുന്നത്. ഇഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് ബ്രാക്കറ്റിനകത്ത് സിന്റാക്സ് ശ്രദ്ധിക്കണം, ഇഫ് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഒക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ വരാം. ഫോർ എക്സാമ്പിൾ ഒരു A greater than B, അല്ലെങ്കിൽ A less than B, അല്ലെങ്കിൽ A and B, ഇങ്ങനെയുള്ള ഏത് കണ്ടീഷൻ വേണമെങ്കിലും ഇവിടെ വരാം. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി ഒരു ന്യൂമറിക് വാല്യൂ ആവാം, 5 എന്ന് പറഞ്ഞ വാല്യൂ ആവാം. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് മേ ബി നമ്മൾ പറഞ്ഞിട്ട് ഓൾറെഡി ഒരു എന്താ പറയാ, ഒരു
പോസിറ്റീവ് വാല്യൂ അല്ല പോസിറ്റീവ് വാല്യൂ ഓർ നെഗറ്റീവ് വാല്യൂ, സീറോ അല്ലാത്ത ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആയി കഴിഞ്ഞാലും അതിന് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒന്നുകൂടെ പറയാം, അതായത് നോൺ സീറോ വാല്യൂസ്, ഏത് നോൺ സീറോ വാല്യൂ, ഒന്നുകിൽ നോൺ സീറോ വാല്യൂ ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ആവാം ദാറ്റ് ഇവാലുവേറ്റ്സ് ടു ബി എ നോൺ സീറോ വാല്യൂ. ഒരു നോൺ സീറോ, ഫോർ എക്സാമ്പിൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുക്കുന്നു, എയുടെ വാല്യൂ 3 ഗ്രേറ്റർ ദാൻ 4, 3 ഗ്രേറ്റർ ദാൻ 4 എന്നുള്ളത് ഫാൾസ് ആണ്. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഡബിൾ ഈക്വൽ ടു ബി, ഇത് രണ്ടും എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി ഒരു സിംപ്ലി ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കണം, പോസിറ്റീവ് വാല്യൂ കൊടുക്കും, ഫോർ എക്സാമ്പിൾ 5 and 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യും. അനദർ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ കണ്ടീഷനകത്ത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ, ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് നോൺ സീറോ വാല്യൂലോട്ടാണ്, അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആണ് കൊടുത്തെങ്കിൽ ദാറ്റ് വിൽ ഇവാലുവേറ്റ്സ് ടു ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനോട് ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. രണ്ട് തരത്തിലുള്ള സിന്റാക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇഫ് കണ്ടീഷൻ ഫോളോഡ് ബൈ സ്റ്റേറ്റ്മെന്റ്, then if condition followed by statements and put it in a curly braces. Should understand what is the difference between these two syntaxes. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതില് ഒന്നാമത്തെ കേസില് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യേണ്ടുവെങ്കിൽ ഇഫ് കണ്ടീഷൻ ഫോളോഡ് ബൈ കേർലി ബ്രേസ് ഇല്ലാതെ യു കൻ സിംപ്ലി പുട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് പുട്ട് ഇൻ എ curly braces. Otherwise നിങ്ങൾ ഇവിടെ curly brace ഇടാതെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് എഴുതുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഏതിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യൂ? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏത് മാത്രമേ ഉണ്ടാവൂ? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഈ ഫ്ലോ ഡയഗ്രാം ഒന്ന് നോക്കാം. ഈ ഫ്ലോ ഡയഗ്രാം ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഫിന്റെ വർക്കിംഗ് ആണ്. നോർമലി നമ്മുടെ പ്രോഗ്രാം ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരികയാണ്. ഇവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഇതിനു മുമ്പേ ഉണ്ട്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു കണ്ടീഷൻ എത്തി, ആ കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. ബൈ യൂസിങ് ഇഫ് ഉപയോഗിച്ചുള്ള ഒരു കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന് നമ്മൾ നോർമലി പറയാം ഇഫ് ബോഡി എന്നാണ് പറയാം. ഇതിന് നമ്മൾ പറയാം ഇഫ് ബോഡി എന്നാണ് പറയാം. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദിസ് ഇഫ് ബോഡി വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എവിടത്തോട്ട് പോകും? ആ കണ്ടീഷന് ഇഫ് ബോഡിക്ക് താഴെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് പോകും. ഇവിടെ ഒന്നും കൂടി തിരിച്ചു വരാം. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന് മുന്നേ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന് ശേഷവും വേണമെങ്കിൽ എന്തുണ്ടാവാം? സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിന് ശേഷം എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം എൻഡിലോട്ട് പോകും. ഇതൊന്നുകൂടെ, ദെൻ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി ഗോ ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇഫ് ബോഡിക്ക് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ. ഓക്കെ, ഇതാണ് ഇഫ് എന്ന് പറഞ്ഞ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യും, അതായത് എങ്ങനെയാണ് ഇഫ് വർക്ക് ചെയ്യുന്നത്, ഈ കേർലി ബ്രേസ് ഇട്ട് കഴിഞ്ഞാലുള്ള എഫക്ട് എന്താണ്, അതുപോലെ തന്നെ കേർലി ബ്രേസ് ഇട്ട് കഴിഞ്ഞില്ലെങ്കിലുള്ള എഫക്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സി പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യൂഷ്വലി Alt Control T പ്രസ് ചെയ്തുകൊണ്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ദെൻ യു ക്യാൻ ഓപ്പൺ എ ഫയൽ gedit. ഞാൻ പ്രോഗ്രാമിൻ്റെ നെയിം ഇഫ് ഡെമോ എന്ന് കൊടുക്കുന്നു, ഇഫ് demo.c. ദെൻ എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഓപ്പൺ എ ഫയൽ. ഇഫ് യു വാണ്ട് യു ക്യാൻ സിംപ്ലി ആഡ് എ കമൻറ്റ് ഹിയർ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ലൈൻ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ വെറുതെ ആഡ് ചെയ്യാണ്. ദിസ് ഈസ് എ സി പ്രോഗ്രാം ഫോർ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള പാർട്ടല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് എഴുതണം എന്നുള്ള കാര്യം ഒരു നിർബന്ധവുമില്ല. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ആവശ്യമാണ്. സോ യു ക്യാൻ സിംപ്ലി ആഡ് ദാറ്റ് ഹെഡർ ഫയൽ #include stdio.h, then void main. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ സിൻടാക്സും അതുപോലെ തന്നെ ഫ്ലോ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്.
നമുക്ക് ഒരു പ്രോഗ്രാം വെച്ച് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റ് a = 5 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യും. നമ്മൾ ഓൾറെഡി വേരിയബിൾ പറയുന്ന സമയത്ത് കണ്ടതാണ്. a എന്ന് പറയുന്നത് വേരിയബിളാണ്. ഈ എയിലോട്ട് വാല്യൂ നമുക്ക് വേണമെങ്കിൽ സ്കാൻഎഫ് ഉപയോഗിച്ചുകൊണ്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമായതുകൊണ്ട് ഞാൻ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഞാൻ അസൈൻ ചെയ്യാണ്. ഇതിന് നമ്മൾ എന്ത് പറയും, ഇനീഷ്യലൈസേഷൻ അലോങ് വിത്ത് ഡിക്ലറേഷൻ. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വാല്യൂന് എന്ത് ചെയ്യുന്നു, ഈ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ചെക്ക് ചെയ്യണം. എനിക്ക് വേണ്ടത്, ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എയുടെ വാല്യൂ 10-നേക്കാളും കൂടുതലാണെങ്കിൽ a ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഇഫിൻ്റെ സിൻറ്റാക്സ് നമ്മൾ ഓൾറെഡി കണ്ട, ഇഫ് ഫോളോഡ് ബൈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ എന്താ, ഇഫ് a ഗ്രേറ്റർ ദാൻ 10. ഇപ്പോൾ എയുടെ വാല്യൂ, ഈ കണ്ടീഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇഫ് a ഗ്രേറ്റർ ദാൻ 10 ആണെന്ന് നോക്കും. അപ്പോൾ 5ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യണ്ടോ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് a ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എനിക്കിവിടെ പ്രിൻറ്റ് ചെയ്യണം പ്രിൻ്റ് ഓഫ് എനിക്ക് വരേണ്ട ഔട്ട്പുട്ട് a ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ 5 ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ 5 ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് വരണമെങ്കിൽ യു ക്യാൻ സിംപ്ലി പുട്ട് 5 ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് കൊടുക്കാം. 5 ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ അതിന് പകരം ഇപ്പോൾ എയിൽ ഞാൻ കീബോർഡിൽ ഓരോ സമയത്ത് ഓരോ വാല്യൂ റീഡ് ചെയ്യണമെന്നിരിക്കും. അപ്പോൾ ഓരോ സമയത്ത് ഇപ്പോൾ എയിൽ സപ്പോസ് ഇവിടെ ഞാൻ എക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കൊടുത്തത് കൊണ്ടാണ് അതെല്ലാം ഞാൻ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് എയുടെ വാല്യൂ 6 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സമയത്ത് എയുടെ വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ, അപ്പോൾ എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാം, %d. ഇപ്പോൾ %dയുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് വരണം, എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പം എക്ക് എന്താണോ വാല്യൂ ആ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ %d ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ 10 എന്ന് എനിക്ക് കൊടുക്കാം, കാരണം ഞാൻ ഇവിടെ 10 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. 10 എൻ്റർ ചെയ്യുന്ന നമ്പർ 10-നേക്കാളും കൂടുതലാണ്, അല്ല എൻ്റർ ചെയ്യുന്ന നമ്പർ 10-നേക്കാളും കൂടുതലാണ് എന്ന് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഏത് നമ്പർ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ %dയുടെ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള വാല്യൂ എന്ത് ചെയ്യാം, കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കാം, a എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും, എയുടെ വാല്യൂ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഇവിടെ f വേണം, പ്രിൻ്റ് ഓഫ് %d സ്ഥാനത്ത് വരേണ്ട വാല്യൂ എന്ത് കൊടുക്കാം, കോമ ഇട്ടിട്ട് a കൊടുക്കാം. അപ്പോൾ %d ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഞാൻ ഇതിൻ്റെ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻ്റ് ഓഫ് a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് വരണം. a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് വരണമെങ്കിൽ a ഈക്വൽ ടു എന്ത് കൊടുക്കാം, സിംപ്ലി %d a ഈക്വൽ ടു %d എന്ത് കൊടുത്താൽ മതി, ഇവിടെ a എന്ന് കൊടുത്താൽ. അപ്പോൾ എന്ത് വരും, പ്രിൻ്റ് ഓഫ് a ഈക്വൽ ടു %dയുടെ സ്ഥാനത്ത് എന്ത് വരും, എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. ജസ്റ്റ് ഞാനിത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് gcc if demo.c. ഓക്കെ, ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട് അവിടെ. ഇഫ് ഡെമോ എറർ എന്താണ്, എറർ എക്സ്പെക്റ്റഡ് ദി സെമിക്കോളൻ ബിഫോർ ദിസ് ബ്രാക്കറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കാം, എററിൻ്റെ ലൈൻ നമ്പർ ഇവിടെ നോക്കാം. ഇഫ് ഡെമോ 9th ലൈനിൽ ഫസ്റ്റ് കോളം. നമുക്ക് പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോവാം. വാട്ട് ഈസ് ദ 9th ലൈൻ? ഓക്കെ, 9th ലൈനിൽ ഓക്കെ, 9th ലൈനിൽ ഇവിടെ എന്തുണ്ട്, ഈ ബ്രാക്കറ്റിന് മുന്നേ ആയിട്ട് നമുക്ക് സെമിക്കോളൻ വേണം. ഇവിടെ സെമിക്കോളൻ ഇട്ടില്ല. ഓക്കെ, ഇതന്നെ ക്ലോസ് ചെയ്യുന്നു. then I am again executing gcc if demo.c. there is no error ./a.out. അപ്പോൾ എന്ത് വരും, a ഈക്വൽ ടു 5 എന്ന് മാത്രമേ വരുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് a ഈക്വൽ ടു 5 എന്ന്. ഒന്ന് പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോവാം. പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, a ഈക്വൽ ടു 5 ആണ്. a ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നത് 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നത് ഫോൾസ് ആയതുകൊണ്ട് എന്ത് വർക്ക് ചെയ്യില്ല, ഈ പ്രിൻ്റ് ഓഫ് %d ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇഫ് a ഗ്രേറ്റർ ദാൻ 10, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇതിനകത്താണ് വർക്ക് ചെയ്യേണ്ടത്. ഇഫ് a ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എനിക്ക് പ്രിൻ്റ് ഓഫ് %d ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നും എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ സിംപ്ലി പുട്ട് കേളി ബ്രേസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കേളി ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇഫ് a ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഈ ഇഫ് a ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ
ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരുപോലെ എക്സിക്യൂട്ട് ചെയ്യും. നേരത്തെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തത്? ആദ്യം എഴുതിയിരിക്കുന്ന കേളി ബ്രേസ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇഫിന് ശേഷം ആദ്യം എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് മാത്രമേ ഈ കണ്ടീഷൻ്റെ അണ്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് ഇഫ് ബോഡിക്ക് പുറത്തായിരിക്കും. നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് ഇഫ് ബോഡി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഫ് ബോഡിക്കകത്ത് ഒന്നിലധികം സെൻറ്റൻസ് എഴുതണമെങ്കിൽ, അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒന്നിലധികം സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കേളി ബ്രേസിനകത്ത് വേണം ആ സെൻറ്റൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. a = 5 ആണ്. 5 > 10 ആണോ നോക്കും. 5 > 10 ആണോ നോക്കുന്ന സമയത്ത് അത് ഫോൾസ് ആണ്. അപ്പോൾ ഒന്നും ഇതിനകത്തോട്ട് കടക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് കടക്കാതെ ഒരു ഔട്ട്പുട്ടും അവിടെ ഡിസ്പ്ലേ. ഞാനിവിടെ സിംപ്ലി ഒരു പ്രിൻ്റ് ഓഫ് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഓഫ് /n end of the program. ഔട്ട്പുട്ട് എന്തായിരിക്കും? എയുടെ വാല്യൂ 5, a > 10 ആണോ നോക്കി, അത് ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് ഇതിനകത്തോട്ട് കയറത്തില്ല. ഇറ്റ് വിൽ സിംപ്ലി ഡിസ്പ്ലേ പ്രിൻ്റ് ഓഫ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഓക്കെ, ഔട്ട്പുട്ട് അത് തന്നെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. gcc if demo.c/out. ഇറ്റ് വിൽ പ്രിൻ്റ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഒന്നുകൂടെ പ്രോഗ്രാമിനകത്തോട്ട് തിരിച്ചു പോവാം. ഞാനിവിടെ എയുടെ വാല്യൂ ഒന്ന് മോഡിഫൈ ആണ്. എയുടെ വാല്യൂ സപ്പോസ് ഒരു 15 ആക്കി മാറ്റാം. എയുടെ വാല്യൂ 15 ആക്കി മാറ്റാം. സോ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇഫ് a > 10 ആണോ നോക്കുന്നു. ഇഫ് a > 10 ആണോ നോക്കുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണ്. 15 is greater than 10. കണ്ടീഷൻ ട്രൂ ആണ്. സോ പ്രിൻ്റ് ഓഫ് %d is greater than 10. %d സ്ഥാനത്ത് 15 എന്ന് പറഞ്ഞ് വരും. ദെൻ പ്രിൻ്റ് ഓഫ് a = %d, എയുടെ വാല്യൂ 15 എന്ന് പറഞ്ഞ് വരും. ദെൻ ആഫ്റ്റർ എക്സിക്യൂട്ടിങ് ദിസ് ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇറ്റ് വിൽ കം ടു ദി നെക്സ്റ്റ് സെൻറ്റൻസ്. ഇറ്റ് വിൽ ഓൾസോ പ്രിൻ്റ് ഓഫ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളത് കൂടി അവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിലധികം സെൻറ്റൻസ് നമുക്ക് കണ്ടീഷനകത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി പുട്ട് ഇൻ എ കേളി ബ്രേസസ്. അല്ലെങ്കിൽ കേളി ബ്രേസ് ഇവിടെ കേളി ബ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഇവിടെ കേളി ബ്രേസ് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് വരും? കേളി ബ്രേസ് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു കേസിൽ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഇവിടെ ഒരു വ്യത്യാസവും വരുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ആണെന്നായിരിക്കും. ഇവിടെ 15 ആണെങ്കിൽ എന്ത് വരും? 15 ആണെങ്കിൽ 15 > 10 ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അതായത് 15 is greater than 10 ആണ്. ഇത് ഇഫ് ബോഡിക്ക് പുറത്താണ് ഈ രണ്ട് സെൻറ്റൻസും. അതുകൊണ്ട് ഈ രണ്ട് സെൻറ്റൻസും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് എയുടെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കും. എയുടെ വാല്യൂ 5 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇഫ് a > 10 ആണോ നോക്കുന്നു. a > 10 ആണെന്നുള്ളത് ഫോൾസ് ആണ്. അപ്പോൾ ഏത് എക്സിക്യൂട്ട് ചെയ്യില്ല? ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഈ സെൻറ്റൻസ്. ബിക്കോസ് ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇഫിനകത്താണ്. അതായത് ഇഫ് ബോഡി എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ആണ്. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ a > 10 എന്ന് പറയുന്ന സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇറ്റ് വിൽ സിംപ്ലി പ്രിൻ്റ് a = 5 എന്നും എൻഡ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞു വരും. ജസ്റ്റ് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, a = 5ഉം എൻഡ് ഓഫ് ദി പ്രോഗ്രാമും വരും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ആ വാല്യൂ ഒന്ന് ചെറുതായി എഡിറ്റ് ചെയ്യാണ്. ഇവിടെ 15 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ബോഡിയും വർക്ക് ചെയ്യും, ബാക്കിയുള്ള രണ്ട് സെൻറ്റൻസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സിംപ്ലി ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ദെൻ 15 is greater than 10, a = 15 ആൻഡ് എൻഡ് ഓഫ് ദി പ്രോഗ്രാം. അതുപോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റ് ഇടുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ് അതുപോലെ തന്നെ വരുന്ന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. ഒന്നിലധികം സെൻറ്റൻസ് ഇഫ് ബോഡിക്കകത്ത് വരികയാണെങ്കിൽ എന്ത് വേണം? കേളി ബ്രേസ് യൂസ് ചെയ്തുകൊണ്ട് വേണം ഇഫ് ബോഡി എഴുതാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേളി ബ്രേസ് യൂസ് ചെയ്യാതെ ഇഫ് ബോഡി എഴുതാവുന്നതാണ്. ഓക്കെ, if you like this video, please share the video maximum and also subscribe my channel Study Room for Computer Science. Thank you.